സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കൗഫിന്റെ കേന്ദ്രങ്ങൾ കാണാം. അങ്ങനെ ഖുർആൻ പറഞ്ഞ പല ചരിത്രങ്ങളും ലോകം കറങ്ങിയാൽ കാണാം. ഓ ചെറുപ്പക്കാരാ, യാത്രകളൊന്നും മറ്റുള്ളവന്റെ ഭാര്യനെ കൂട്ടി ഡാൻസ് ചെയ്യാനാകരുത്. യാത്രകളൊന്നും മറ്റുള്ളവന്റെ ഭാര്യനെ തൊടാനുള്ള കാരണങ്ങളാകരുത്. മറ്റുള്ളവന്റെ ഭാര്യനോട് പതിയെ പഞ്ചാരടിക്കാനുള്ള കാരണങ്ങളാക്കരുത്. അവരോട് സല്ലപിക്കാനുള്ള കാരണങ്ങളാക്കരുത്. അന്യപെണ്ണുമായി എന്തെങ്കിലും സല്ലപിച്ച് സമയം കളയാനുള്ളതാക്കരുത് യാത്രകൾ. മറിച്ചു യാത്രകൾ നിങ്ങൾ ധാരാളം പോയിക്കോ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ പരിചയമില്ലേ? ഷാഫി ഇമാം തങ്ങൾ ഇന്നത്തെ ഫ്ലൈറ്റ് ഇല്ലാത്ത കാലത്ത്, ഇന്നത്തെ സംവിധാനങ്ങളില്ലാത്ത കാലത്ത് ഒരുപാട് യാത്ര ചെയ്ത മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. പോകട്ടെ, നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ഇമാമിങ്ങളെ പരിചയമില്ലേ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ പരിചയമില്ലേ? ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ പരിചയമില്ലേ? ഇമാം മാലിക് തങ്ങളെ പഠിക്കാൻ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു യാത്ര ചെയ്തിട്ടാ വന്നത്. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് രാജ്യത്തിന്റെ അതിർവരമ്പുകൾ മറികടന്നിട്ട് യാത്ര ചെയ്തിട്ടാണ് മഹാനായ ഇമാം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പഠിച്ചത് കേട്ടോ. നിങ്ങൾക്ക് യാത്രകളാകാം, പക്ഷെ അല്ലാഹ് അനുവദിക്കാത്ത വഴിയിലാകാൻ നിർവാഹമില്ല. അന്യപുരുഷന്റെ കൂടെ യാത്ര ചെയ്യാൻ നിർവാഹമില്ല. ഉംറക്കാണെങ്കിലും പാടില്ല എന്നാ പറഞ്ഞത്. അന്യപുരുഷനായ മുസ്ലിയാരെ കൂടെ ഉംറക്കാണെങ്കിലും പോകരുത് എന്നാ പറഞ്ഞത്. മഹ്റം കൂടെ ഉണ്ടാകെങ്കിൽ മാത്രമാണ് യാത്ര ചെയ്യേണ്ടത്. ഇരിക്കട്ടെ, അങ്ങനെ അല്ലാഹ് പൊരുത്തപ്പെടുന്ന വഴിയിലാകണം യാത്ര. നിങ്ങളെ ബാപ്പമാരെ കൂടെ യാത്ര ചെയ്യണ്ട എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. നിങ്ങളെ ഭർത്താവിന്റെ കൂടെ യാത്ര ചെയ്യണ്ട എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. പക്ഷേ മറ്റുള്ളവന്റെ, നിന്റെ സുഹൃത്തിന്റെ ഭർത്താവിന്റെ കൂടെ യാത്ര ചെയ്യാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഭർത്താവിന്റെ അനുജനാണെങ്കിലോ പറ്റൂല എന്നാണ് ഇസ്ലാം. മുസ്ലിയാരെ, അത് സ്വന്തം അനുജനെ പോലെ അല്ലേ? നിങ്ങൾ അനുജനെ പോലെ എന്ന് പറഞ്ഞോളൂ, വിശ്വസിച്ചോളൂ. പക്ഷേ ഭർത്താവിന്റെ അനുജനെ തൊടാനോ, ഭർത്താവിന്റെ ജേട്ടനോട് സല്ലപിക്കാനോ, ഭർത്താവിന്റെ ജേട്ടനെ തൊടാനോ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. സ്വന്തം അമ്മായിയല്ലേ മുസ്ലിയാരെ? അമ്മായിന്നോ അല്ല, സ്വന്തം ഇച്ചാച്ചാ തന്നെ നീ പേരിട്ടാലും ഇക്കാക്കാന്ന് പേരിട്ടാലും പേരിട്ടത് കൊണ്ട് ജായിസാകൂല. എന്തിനാ ഇസ്ലാം ഇത്ര കടുംപിടുത്തം മുസ്ലിയാരെ? ഇങ്ങനെ കടുംപിടുത്തുള്ളൊരു മതാണോ ഇസ്ലാം? എന്തിനാ കടുംപിടുത്തം എന്നറിയോ? ആ കടുംപിടുത്തില്ലാത്തതിന്റെ പേരിൽ 2 മാസം മുമ്പ് നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ? ഓൻ തൊട്ടു, ഇവള് തൊട്ടു, അവൻ നോക്കി, ഇവള് തൊട്ടു. കംപ്ലൈന്റ് തീരുന്നില്ല. കംപ്ലൈന്റ് പറഞ്ഞിട്ട് 1 മാസമായി തുടങ്ങിയിട്ട് ഇപ്പോഴും തീർന്നിട്ടില്ല. ഇപ്പോഴും പേടിയിലാണ് പലരും. പഠിച്ചോനെ എന്നെ കുറിച്ചും പറയോ? ഇങ്ങനൊരവസ്ഥ പുരുഷന്മാർക്ക് ഇല്ലാതിരിക്കാനാണ്, ഇങ്ങനൊരവസ്ഥ സ്ത്രീകൾക്ക് ഇല്ലാതിരിക്കാനാണ്. ആരെടുക്കലാണ് തെറ്റു എന്ന് പറയാൻ ഞാൻ കോടതിയിലെ ജഡ്ജിയല്ല. ആരെടുക്കലാണ് ശരി എന്ന് പറയാൻ ഞാൻ ഔലിയാക്കളെ കൂട്ടത്തിൽപ്പെട്ടയാളല്ല. ശരിയും തെറ്റൊന്നും എനിക്ക് പറയാനറിയില്ല. പക്ഷേ പുരുഷന്മാരെ, നാളെ എന്നെ തൊട്ടിട്ടുണ്ട് ആ യാത്രയിൽ എന്ന് പറയാതിരിക്കാനാണ്. ഇവൻ എന്റെ കൂടെ ചെയ്തിട്ടുണ്ട് എന്ന് പറയാതിരിക്കാനാണ്. ഓ പെങ്ങന്മാരെ, അങ്ങനൊരു ഗതികേട് എനിക്ക് സംഭവിച്ചു. 10 കൊല്ലം പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഭർത്താവ് മരിച്ചിട്ടോ, അല്ല ഭർത്താവിന് ഭയമായിട്ടോ, അല്ല ഭർത്താവുമായിട്ട് തെറ്റിപ്പോകുമ്പോഴോ പറയാനുള്ളൊരു വാക്കായിട്ട് കടം വാങ്ങിയിട്ട് ശരീരത്തിലും മനസ്സിലും സൂക്ഷിച്ചു വെക്കുന്ന ഇത്തരം കള്ളത്തരങ്ങൾ ഇല്ലാതിരിക്കാനാ ഇസ്ലാം അമ്മയുടെ പേരിലാണെങ്കിലും ഉമ്മയുടെ പേരിലാണെങ്കിലും ആങ്ങളുടെ പേരിലാണെങ്കിലും പെങ്ങളുടെ പേരിലാണെങ്കിലും ആരെ പേരിലാണെങ്കിലും സ്വന്തം ചേട്ടന്റെ ഭാര്യയാണെങ്കിൽ പോലും അനുജന്റെ ഭാര്യയാണെങ്കിൽ പോലും തൊടൽ അനുവാദമില്ല. അവളോട് സല്ലപിക്കൽ അനുവാദമില്ല. എത്ര പ്യുവറായ മതമാണ് ഇസ്ലാം. പുരുഷന്മാര് ഞങ്ങൾ അഭിമാനം കവർന്നു കളഞ്ഞു. പുരുഷനും പറയണ്ട, സ്ത്രീകളും പറയണ്ട. എന്റെ അഭിമാനം കൊത്തിക്കൊണ്ടുപോയി എന്ന് സ്ത്രീയും പറയണ്ട. അന്യപുരുഷനാണോ? കാണാനും തൊടാനും പാടില്ല. നിനക്ക് കാണാൻ പറ്റുന്ന മഹറമുണ്ട്, തൊടാൻ പറ്റുന്ന മഹറമുണ്ട്. അവരുടെ ഇടയിൽ ഒരു വേഷവിധാനുണ്ട്, അവരല്ലാത്തവരുടെ ഇടയിൽ ഒരു വേഷവിധാനുണ്ട്. ഓ പെങ്ങന്മാരെ,
ഇപ്പതാ ചിലർക്ക് ചില വേഷങ്ങൾ വല്ലാത്ത കൊതിയാണ്. നമ്മളെ നാട്ടിലൊന്നും അങ്ങനെയുള്ള പെങ്ങന്മാരില്ല എന്നാ ഞാൻ വിചാരിക്കുന്നത്. അല്ലാഹു നമ്മളെ പെങ്ങന്മാരെയും നമ്മളെയും നന്നാക്കി തരട്ടെ. സ്കൂളിലേക്ക് പോകുന്ന കുട്ടിയുടെ ചുണ്ട് ചോപ്പിച്ചില്ലെങ്കിൽ ഉമ്മാക്ക് വിഷമാണ്. അങ്ങനത്തെ കുട്ടികൾക്ക് എന്തായാലും വിഷമുണ്ടാകൂല എന്ന് ഞാനങ്ങ് നല്ലത് വിചാരിക്കുന്നു. അല്ലേ, ചുണ്ട് ചോപ്പിക്കാതെ മകള് സ്കൂളിൽ പോയാ വിഷമാണ്. കോളേജിൽ പോകുന്ന മകള് മേക്കപ്പ് ഇടാൻ മറന്നുപോയാൽ പാപ്പക്ക് ടെൻഷനാണ്. എന്റെ മോള് മൊഞ്ചു പറഞ്ഞു പോയോ, വയല് കേൾക്കുന്ന ഉമ്മ, വയല് കേൾക്കുന്ന പെങ്ങളെ, എന്തിനാ നിന്റെ മോളെ കോളേജിലയച്ചത്? വിചാരശാലക്കാണോ? അല്ല. അല്ലെങ്കിലോ നാട്ടുകാരെ കണ്ടിട്ട് നോക്കിയിട്ട് എന്റെ മോളെ ബഹുമാനം പറയാനാണോ? ഇതിനാണോ നിന്റെ മകളെ സ്കൂളിലയച്ചത്? സ്കൂളുകൾ അതിനല്ല കേട്ടോ, പഠന കേന്ദ്രങ്ങളാണ്. പഠിക്കാൻ വരുന്ന ആൺകുട്ടികളുടെ മനസ്സ് തെറ്റിച്ച് കളയാൻ നമ്മളെ പെൺകുട്ടികളെ, നമ്മളെ മറ്റു ആൺകുട്ടികളെ കൊണ്ടുപോയി കൊത്തിപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും മൃഗങ്ങൾ ചെയ്യുന്നത് പോലെ, ഏതെങ്കിലും മൃഗങ്ങൾ കാണിക്കുന്ന മാതൃകയില്ലേ, കൊത്തിക്കുകയും അല്ലാതെയും അതേ പറയണ നടക്കുക ചേർക്കാൻ വേണ്ടിയിട്ട് ചിലര് ചെയ്യുന്ന ചില മൃഗങ്ങൾ ചെയ്യുന്ന പരിപാടിയോലെ. ഓ ഉമ്മമാരേ, നമ്മളെ മക്കളെ ഭംഗി കൊണ്ടുപോയി പ്രദർശിപ്പിച്ചിട്ട് നമ്മളെ മക്കളെ കൊണ്ടുപോയി വിറ്റൂടാ. ഇത് പറയുമ്പോ ചില ആളുകൾ ചോദിക്കും, മുസ്ലിയാരെ നിങ്ങൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? എന്റെ വയലാരോടാണ് അറിയോ? ഏതോ നിരീശ്വരവാദിയോടല്ല, അവനോട് പറയാനുള്ള വയത് വേറെയാണ്. ഏതോ ഹൈന്ദവ സുഹൃത്തുക്കളോടല്ല, ഏതോ ക്രിസ്ത്യാനികളോടല്ല, ഏതെങ്കിലും മതമുള്ളവനോ ഇല്ലാത്തവനോടോ അല്ല. ഞാൻ ഈ പ്രസംഗിക്കുന്നത് ആരോടാണ് എന്നറിയാം? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് അടിയുറച്ച് വിശ്വസിച്ച്, മരണമുണ്ടെന്ന് വിശ്വസിച്ച്, മരണത്തിന്റെ ശേഷം സ്വർഗ്ഗമുണ്ട് നരകമുണ്ട് എന്ന് വിശ്വസിക്കുന്ന വിശ്വാസികളോടാണ്. ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് ചില ആളുകൾക്ക് കമന്റ് അടിക്കാൻ വലിയ രസമാണ്. ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് പല കമന്റും പറയാൻ ഭയങ്കര രസമാണ്. അങ്ങനെ ചില രസങ്ങൾ ഞങ്ങൾക്ക് ഇല്ലാഞ്ഞിട്ടല്ല, ഞങ്ങളെ മാന്യതക്ക് അനുവദിക്കപ്പെടുകൊണ്ടാണ്. ചില നിരീശ്വരവാദികളെ കണ്ടിട്ടില്ലേ നിങ്ങൾ? അവർ ചില സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ഭയങ്കര തെറി വിളിക്കും. തെറി വിളിക്കാൻ നമുക്ക് അറിയാത്തോണ്ടല്ല, ഞങ്ങളെ മാന്യതക്ക് അത് സമ്മതിക്കൂല. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ആശയമുണ്ട്. ആ ആശയം അനുസരിച്ച് സംസാരിക്കാൻ പറ്റുന്നവനല്ല അവൻ. അവനോട് ചിലപ്പോ നമ്മളൊന്നും പറയൂല. എന്തുകൊണ്ട് പറയൂല? അവനോട് ചിലപ്പോ നമ്മൾ എന്തെങ്കിലും സംസാരിച്ചാൽ അവന് ബ്രേക്ക് ഉണ്ടാകൂല. കാരണം ഉമ്മ എന്ന് പറഞ്ഞാൽ ആരാന്ന് അവനക്കറിയില്ല. കാരണം ഉമ്മാനെ അവനൊരു മെഷീനായിട്ടാണ് കണ്ടത്. ബാപ്പാനെ അവനിക്ക് അയാളെ സുഖത്തിന് വേണ്ടി എന്തൊക്കെയോ പണിയെടുത്തിട്ടുണ്ടാവും. അവന് ഞാൻ എന്ത് ചെയ്യാനാന്ന് ചിന്തിക്കുന്നവൻ. അവനോട് എന്ത് പറയാനാ? അവനോട് ഈ വയത് പറ്റൂല. അവനോട് പറയേണ്ട ചില വയതുണ്ട്. അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ അവൻ ഒറ്റക്ക് വന്നാ പറഞ്ഞു കൊടുക്കാം. അവരോട് പറയേണ്ട വയൽ വേറെയാണ്. ഇത് വിശ്വാസികളോടുള്ള വയലാണ്. അതിന്റെ അടിയിൽ കയറിയിട്ട് ചില ആളുകൾക്ക് ഇന്നത്തെ കാലത്ത് മേക്കപ്പ് ഒന്നും പാടില്ലേ മൊയ്ലിയാരെ എന്ന് ചോദിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, പഴയ കാലവും ഇന്നത്തെ കാലവും തമ്മിൽ എന്താ മാറ്റം എന്ന് പറഞ്ഞുതരോ? പഴയ കാലവും മുൻഗാമികളായ ആളുകൾ ജീവിച്ചതും ഇന്ന് ജീവിച്ചതും തമ്മിൽ എന്താ മാറ്റം? എന്തേ ആയുസ് കൂടുതൽ കിട്ടിയോ? ചുണ്ടിന്റെ മേലെ ചോപ്പിച്ചപ്പോ മുഖത്ത് കളർ കൂട്ടിയ പായസ് കൂടിയോ? മഹാനായ നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം ഇവിടെ ജീവിച്ചില്ലേ? 900 കൊല്ലം ദഅവത്ത് നടത്തിയ മഹാനായ നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നത്. 900 കൊല്ലം ജീവിച്ചടോ ആ നൂഹ് നബി അലൈഹിസ്സലാം. മേക്കപ്പ് ചെയ്തിട്ടാ ഇത്രയും കാലം ജീവിച്ചത്. മഹാനായ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം, നമ്മുടെ മുൻഗാമികളായ അംബിയാ മുർസലീങ്ങൾ ഇവിടെ ജീവിച്ചു. അവർ ജീവിച്ചത് മേക്കപ്പ് കൊണ്ടാ. അവർ ജീവിച്ചത് ഇത്തരം തോന്നിവാസങ്ങൾ ചെയ്തിട്ടാണോ? അല്ല. എന്നിട്ട് അവർക്ക് എന്തെങ്കിലും കുറവുണ്ടായോ ഇവിടെ? ഇപ്പൊ ചില ചെറുപ്പക്കാര് ചോദിക്കും, ഇന്നത്തെ ജനറേഷനോട് പറയേണ്ടതാണോ ഇത് മുസ്ലിയാരെ? നീട്ടിയിട്ട് പറയുന്നു, കൊടിച്ചിട്ട് പറയുന്നു, വളച്ചിട്ട് പറയുന്നു, ഓങ്ങിയിട്ട് പറയുന്നു. ഇതൊക്കെ വിശ്വാസികളോടുള്ളതാണ്. നിങ്ങൾ എന്തിനീ വിശ്വാസികളെ വിഷയത്തിൽ ഇടപെടണം? വിശ്വാസികൾക്ക് ഇത് കേൾക്കുമ്പോൾ ആത്മീയതയുണ്ട്. അവർക്ക് ഇത് കേൾക്കുമ്പോൾ അവർക്ക് അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മയുണ്ട്. അവരോടാണ് ഖുർആൻ പറയൂ, എല്ലാവർക്കും ഉപകാരപ്പെടുന്നല്ല പറഞ്ഞത്. തംഫഉൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് ഉപകാരപ്പെടുന്ന ഖുർആൻ. ഇത് വിശ്വാസികളോടുള്ള വഅലാണ്. അവർക്കറിയാം ഇവിടെ ഒരു മാറ്റവും വന്നിട്ടില്ല. വലിയ ഒരുപാട് മെഷീൻ കണ്ടുപിടിച്ചില്ലേ, ഒരുപാട് പലതും കണ്ടുപിടിച്ചില്ലേ. നീ പറയുന്ന കിഡ്നിക്ക് അതേ തകരാറ് വന്നവന് ഇവിടെ ഡയാലിസിസ് ചെയ്തിട്ട് എത്ര കൊല്ലം ജീവിച്ചു എന്നാ നീ പറയുന്നത്? നൂഹ് നബി അലൈഹിസ്സലാം ജീവിച്ച കൊല്ലം ജീവിച്ചോ എന്ന് അയാളൊന്ന് കാണിച്ചു തരും.
നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കൊല്ലം ജീവിച്ച ഒരു കിഡ്നിയുടെ ഡയാലിസിസ് ഒരാൾ കാണിച്ചു തരും. സ്വന്തം ഡയാലിസിസ് മെഷീൻ കണ്ടുപിടിച്ചു എന്നല്ലേ എന്റെ ഡയലോഗ്. എന്നാൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ പോലെ 900 കൊല്ലം ജീവിച്ച ഒരാളെ കാണിക്കടോ നീ. അതുപോലെ നമ്മളെ മുൻഗാമികളായ അംബിയ മുർസലീങ്ങള് നൂറുകണക്കിന് വർഷം ജീവിച്ച മഹാന്മാരായ അംബിയാക്കൾ ഉണ്ടായിരുന്നു ഇവിടെ. മഹാനായ നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം അലാ നബിയിനാ അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആയുസ് കിട്ടിയവൻ ഇവിടെ അല്ല മൊയ്ലിയാരെ. ഞങ്ങൾ ഒരുപാട് പുരോഗമിച്ചിട്ട് എന്ത് കിട്ടിയെന്നാ പറയുന്നത്? മനുഷ്യന് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം എന്താ? ജീവിക്കലല്ലേ അല്ലേ? പൈസയാണോ വലുത്? ആണോ? അല്ല, ആരോഗ്യമാ വലുത്. ആരോഗ്യത്തോടെ മെഷീനുകളാകുന്ന മെഷീനുകൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ജീവിച്ച കഥയാ ഞാൻ പറഞ്ഞത്. ആദം നബി അലൈഹി ഇസ്ലാം 1000 കൊല്ലം ജീവിച്ച്, നൂഹ് നബി അലൈഹി ഇസ്ലാം 1000 കൊല്ലം ജീവിച്ചു. എന്നിട്ട് ആ നൂഹ് നബി അലൈഹി ഇസ്ലാം ജീവിച്ച കൊല്ലം പോയിട്ട് അതിന്റെ പകുതി കൊല്ലം കഴിച്ചിട്ട് 90% ജീവിതം ആരെങ്കിലും ഉണ്ടാക്കാൻ ഇതുവരെ കഴിഞ്ഞോന്നാ ഞാൻ ചോദിച്ചത്. 90 വയസ്സ് കഴിക്കാൻ തന്നെ എന്റെ ഡയാലിസിസ് മെഷീന് പറ്റിയിട്ടില്ല. മാറ്റിവെക്കുന്ന ശാസ്ത്രക്രിയയിലെ മൊയ്ലിയാരെ ഉണ്ടോ? ഉണ്ടെന്ന് ഞാൻ അറിയും, നമ്മളൊക്കെ അറിയും. എന്നിട്ട് കിഡ്നി മാറ്റി വെച്ചിട്ട് 90 കൊല്ലം ജീവിച്ച ഉപ്പാപ്പ എത്ര ഉണ്ട്? കിഡ്നി മാറ്റി വെച്ചിട്ട് 100 കൊല്ലം ജീവിച്ച ഉപ്പാപ്പമാർ എത്ര ഉണ്ട്? 100 കൊല്ലം ജീവിച്ച ഉമ്മമാർ എത്ര ഉണ്ട്? ഇതല്ലേ നിന്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്? ഇതൊന്നും ഇല്ലാത്ത കാലത്ത് അല്ലാഹു മനുഷ്യനെ ബോധ്യപ്പെടുത്താനാണ് നബി അലൈഹി ഇസ്ലാമിനെ ഇവിടെ 900 കൊല്ലം ജീവിപ്പിച്ചത്. 950 കൊല്ലത്തിലേറെ മഹാനായ നബി അലൈഹി ഇസ്ലാം ഇവിടെ ജീവിച്ചത് എന്തിനാ? നമ്മളെ ബോധ്യപ്പെടുത്താനാണ്. ഇങ്ങനെ ചിലത് ബോധ്യപ്പെടുത്താൻ മനുഷ്യൻ കണ്ടിട്ടില്ലേ അവന് മനസ്സിലാകൂല. അതുകൊണ്ടാണ് ആ സിനിമാ നടന് അതാ പാലിന്റെ പുഴ ഉണ്ടാവും എന്ന് പറഞ്ഞ പോനിങ്ങനെ ആലോചിക്കും. അതെങ്ങനെ പാലിന്റെ പുഴ ഉണ്ടാകല്? അങ്ങനെയാണോ വെള്ളത്തിന്റെ പുഴ ഉണ്ടായത്? നിന്റെ ഉപ്പാപ്പ വന്നുണ്ടാക്കിയതാ? അല്ലെങ്കിൽ നിന്റെ ഏതെങ്കിലും ഉപ്പാപ്പമാര് വന്നിട്ട് അവര് പോയി കിളച്ചുണ്ടാക്കിയതാണോ പുഴ എന്ന് പറയുന്നത്, കടൽ എന്ന് പറയുന്നത്? ഏതെങ്കിലും